നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് തലപ്പത്ത് വീണ്ടും പോര്. അജിത് കുമാർ കള്ളമൊഴി നൽകി. നടപടി ആവശ്യപ്പെട്ട് പി വിജയൻ. ADGP MR അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്ന ഇന്റലിജൻസ് ADGP പി വിജയന്റെ പരാതി. തനിക്ക് കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്നും കേസെടുക്കണമെന്നും വിജയൻ പരാതിയിൽ പറയുന്നു. DGP S ദർവേഷ് സാഹിബിനാണ് പരാതി നൽകിയിരിക്കുന്നത്. സാധാരണ നിലയിൽ DGPക്ക് തന്നെ ഇത്തരം പരാതികളിൽ നടപടിയെടുക്കാമെങ്കിലും ഉന്നത തസ്തികയിലിരിക്കുന്ന രണ്ട് മുതിർന്ന ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായതിനാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറി. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം MC റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു. വെഞ്ഞാറമൂട് പള്ളിക്കലിൽ വെച്ച് കമാൻഡോ വാഹനത്തിന് പിന്നിൽ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കടക്കൽ കോട്ടപ്പുറത്തുള്ള പരിപാടി കഴിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കമാൻഡോ വാഹനത്തിന് അകമ്പടി പോവുകയായിരുന്ന പള്ളിക്കൽ പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് പിന്നിലിടിച്ചത്. മുന്നിലെ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ പിന്നിൽ ചെറിയ തകരാറുണ്ട് എന്നതൊഴിച്ചാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപ്പോൾ തന്നെ യാത്ര തുടരുകയും ചെയ്തു. മെമ്മൂനെ സ്വീകരിക്കാൻ കൊടിക്കുന്നിലും സംഘവും ചെറിയനാട് സ്റ്റേഷനിൽ. നിർത്താതെ പോയി ട്രെയിൻ. ചെങ്ങന്നൂർ ചെറിയനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും കൊല്ലം എറണാകുളം മെമു ട്രെയിൻ നിർത്താതെ പോയി. ചെറിയനാട് സ്റ്റേഷനിൽ ഇന്നു മുതലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. രാവിലെ 7:15 കൊടിക്കുന്നിൽ MP ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും യാത്രക്കാരും സ്വീകരിക്കാനായി എത്തിയിരുന്നു. എന്നാൽ ട്രെയിൻ നിർത്താതെ പോവുകയായിരുന്നു. ചെറിയനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. നിരന്തരം ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്റ്റോപ്പ് അനുവദിച്ചത്. ഇന്ന് MPയും രാഷ്ട്രീയ നേതാക്കളും യാത്രക്കാരും ഉൾപ്പെടെ മെമുവിനെ സ്വീകരിക്കാൻ സ്റ്റേഷനിലെത്തിയെങ്കിലും ട്രെയിൻ നിർത്താതെ പോവുകയായിരുന്നു. പന്തളം നഗരസഭയിൽ BJP ഭരണം നിലനിർത്തി. പന്തളം നഗരസഭയിൽ BJP വീണ്ടും ഭരണം നിലനിർത്തി. കൗൺസിലർ അച്ഛൻ കുഞ്ഞു ജോണിനെ നഗരസഭാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇടഞ്ഞു നിൽക്കുന്ന 3 BJP കൗൺസിലർമാരും അച്ഛൻ കുഞ്ഞു ജോണിന് വോട്ട് ചെയ്തു. 19 വോട്ടുകളാണ് അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചത്. 18 BJP അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും BJPക്ക് ലഭിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം അംഗം വോട്ട് ചെയ്തില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ചേർത്തലയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചു. യുവാവ് മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് തണ്ണീർമുക്കം പഞ്ചായത്ത് 7-ാം വാർഡ് മണ്ണാമ്പത്ത് സിബി മാത്യുവിന്റെ മകൻ മനു സിബിയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന തണ്ണീർമുക്കം പഞ്ചായത്ത് 6-ാം വാർഡ് മംഗലത്ത് കരി കുഞ്ഞുമോന്റെ മകൻ അലൻ കുഞ്ഞുമോനെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തണ്ണീർമുക്കം പുത്തനങ്ങാടി തീരദേശ റോഡിൽ വെള്ളിയമ്പ്ര പ്രണാമം ക്ലബിന് സമീപം ഞായറാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. പുതിയ DMOയ്ക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാതെ പഴയ DMO ഓഫീസിൽ നാടകീയ രംഗങ്ങൾ. കോഴിക്കോട് DMO ഓഫീസിൽ നാടകീയ രംഗങ്ങൾ. ഒരേ സമയം 2 ഉദ്യോഗസ്ഥർ DMO ആയി ഓഫീസിലെത്തിയതോടെയാണ് കസേരയ്ക്കായി വടംവലി ഉണ്ടായത്. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ നിലവിലെ DMO തയ്യാറായില്ല. സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. സ്റ്റേ നീക്കിയതിനെ തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കാനാണ് ഡോക്ടർ ആശാദേവി ഓഫീസിലെത്തിയത്. ഏറെ നേരം രണ്ടുപേരും DMOയുടെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. രാജേന്ദ്രൻ കസേര ഒഴിഞ്ഞുകൊടുക്കാതെ വന്നതോടെ ആശാദേവി ഓഫീസിൽ നിന്ന് മടങ്ങി. ക്രിസ്മസ് ആഘോഷത്തിന് സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചു. തകർത്ത നിലയിൽ. സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിലാണ് സംഭവം. വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത്. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് അജ്ഞാതർ തകർത്തതായി കണ്ടെത്തിയത്. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. കായംകുളത്ത് ബൈക്ക് മോഷണ കേസിൽ 1-ാം പ്രതി പിടിയിൽ. കായംകുളത്ത് ബൈക്ക് മോഷണ കേസിൽ 1-ാം പ്രതി പിടിയിൽ. കായംകുളം ജുമാ മസ്ജിദിന് മുമ്പിലുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന കീരിക്കാട് സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ജൂലൈ 20-നായിരുന്നു മോഷണം. കേസിലെ 1-ാം പ്രതിയായ ഓച്ചിറ ചങ്ങൻകുളങ്ങര മുറിയിൽ വീട്ടിൽ ഷാജുവിനെ കായംകുളം പോലീസാണ് പിടികൂടിയത്. ഈ കേസിലെ 2-ാം പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ ഓദർ ഷെഫീഖിനെ കായംകുളം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാപ്പ നിയമപ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളി, ശൂരനാട്, ഓച്ചിറ, കൊല്ലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കായംകുളം DYSP ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിലുള്ള പോലീസാണ് പിടികൂടിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയം. 15-കാരിക്ക് ജോലി വാഗ്ദാനം. തുടർന്ന് ലോഡ്ജിലെത്തിച്ച പീഡനം. യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 15-കാരിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിലായി. കിളിമാനൂർ പുളിമാത്ത് സ്വദേശി കിരണാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ദളിത് പെൺകുട്ടിയെ കഴക്കൂട്ടത്തെ ലോഡ്ജിലെത്തിച്ചാണ് പീഡിപ്പിച്ചത്. കഴക്കൂട്ടത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ എത്തിച്ചത്.
കുട്ടിയെ കാണാതായതോടെ ബന്ധുക്കൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴക്കൂട്ടത്ത് വെച്ച് പെൺകുട്ടിയും സുഹൃത്തുക്കളും സ്കൂട്ടർ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരുന്നു. മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഇയാൾ തന്നെ പെൺകുട്ടിയെ തിരികെ വീട്ടിലെത്തിച്ചു. ബന്ധുക്കൾ വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം അറിഞ്ഞത്. തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. ചെങ്ങന്നൂർ പോലീസ് എടുത്ത പോക്സോ കേസ് കഴക്കൂട്ടം പോലീസിന് കൈമാറുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നതായി തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതിയെ പിടികൂടിയത്. ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ചു. കൊടുങ്ങല്ലൂരിൽ +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂരിൽ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ കാര അഞ്ചങ്ങാടിയിലാണ് അപകടം. കൈപ്പമംഗലം കുറ്റക്കാട് സ്വദേശി മോനാലി അൻസറിന്റെ മകൻ അഫ്നാൻ റോഷനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. സുഹൃത്ത് മതിലകം കുളിമുട്ടം സ്വദേശി കൂട്ടുകൽ നസ്മലിനാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 12:30യോടെയാണ് അഞ്ചങ്ങാടി സ്കൂളിന് മുന്നിൽ അപകടമുണ്ടായത്. അപകടത്തിന് പിന്നാലെ അഫ്നാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പെരിഞ്ഞനം RM സ്കൂളിലെ +2 VHSC വിദ്യാർത്ഥിയാണ് അഫ്നാൻ.